കോഴിക്കോട് ജില്ലയിലെ അതിപുരാതനമായ മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നാണ് നന്ദീശ്വരം മഹാദേവ ക്ഷേത്രം. കോഴിക്കോട് ബാലുശ്ശേരി ദേശീയപാതയിൽ നെന്മണ്ട പഞ്ചായത്തിലായി സ്ഥിതി ചെയ്യുന്ന പ്രധാന 4 മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നാണ് നന്ദീശ്വരം ക്ഷേത്രം. ശൈവ വൈഷ്ണവ ചൈതന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ ശ്രീ മഹാദേവൻ കാശി വിശ്വനാഥ സങ്കല്പത്തിലാണ് കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. ശ്രീ മഹാവിഷ്ണു, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, ഗണപതി എന്നിവരാണ് ഉപദേവതാ സാന്നിധ്യത്തിൽ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ശ്രീ മഹാദേവൻ കിഴക്കോട്ട് ദർശനമായി ശാന്തസ്വരൂപനും ക്ഷിപ്രപ്രസാദിയുമായാണ് കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. കാശിയിലെ ഗംഗാതീർത്ഥം ഈ ക്ഷേത്രത്തിലെ കിണറ്റിൽ എത്തുന്നുണ്ടെന്നാണ് വിശ്വാസം. ദേവൻ ഈ ക്ഷേത്രത്തിൽ കാശി വിശ്വനാഥനായി കുടികൊള്ളുന്നതിനാൽ സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നുണ്ടെന്നാണ് കരുതുന്നത്. മലബാറിലെ ഏറ്റവും വലിയ ശിവലിംഗം പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് നന്ദീശ്വരം ക്ഷേത്രം. ഭഗവത് പ്രിയനും ഭഗവത് വാഹനവുമായ നന്ദിദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിര, ശിവരാത്രി എന്നിവയെല്ലാമാണ് പ്രധാന ആഘോഷങ്ങൾ. വളരെ ശാന്തവും പ്രകൃതി രമണീയവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലാണ് പണികഴിപ്പിച്ചിട്ടുള്ളത്. നന്ദിദേവനെ അനുഗ്രഹിക്കുന്ന ഭാവത്തിലാണ് ദേവൻ ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. ഇവിടുത്തെ പ്രതിഷ്ഠ സ്വയംഭൂവാണെന്നും കരുതി വരുന്നുണ്ട്. മഹർഷിമാർ പണ്ട് തപസ്സനുഷ്ഠിച്ച സ്ഥലമാണിതെന്ന് കരുതി വരുന്നു. വൈദ്യനാഥ സങ്കല്പത്തിലാണ് ദേവൻ ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് വിഘ്നവിനായകൻ ഇവിടെ കുടികൊള്ളുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ അപൂർവമായി കണ്ടുവരുന്ന ഒരു പ്രതിഷ്ഠാ സങ്കല്പമായ ദക്ഷിണ ഗണപതി സങ്കല്പത്തിലാണ് ദേവൻ ഇവിടെ കുടികൊള്ളുന്നത്. നാലമ്പലത്തിന് പുറത്ത് പ്രധാന ശ്രീകോവിലിന് അഭിമുഖമായി പഞ്ചലോഹത്തിൽ കവർ ചെയ്തൊരു നന്ദി വിഗ്രഹം കാണാം. ഈ വിഗ്രഹത്തിന്റെ ശിരസ് ഭാഗം പണ്ട് സാമൂഹ്യ വിരുദ്ധരാലോ മറ്റോ തകർക്കപ്പെട്ടതായിരുന്നു. പിന്നീട് ഈ അടുത്തായാണ് പഞ്ചലോഹത്തിൽ കവർ ചെയ്ത് എടുത്തത് എന്നാണ് വിശ്വാസം. നമസ്കാര മണ്ഡപത്തിൽ ഇനി മറ്റൊരു നന്ദിദേവനെ കൂടി പ്രതിഷ്ഠിക്കേണ്ടതുണ്ടെന്നാണ് കരുതുന്നത്. കാശിയിലെ ഗംഗാതീർത്ഥം ഇവിടുത്തെ ക്ഷേത്രക്കിണറ്റിൽ എത്തുന്നതിനാൽ ഈ ക്ഷേത്രം രോഗമുക്തിക്കും മറ്റും ഉത്തമമായി കരുതി വരുന്നുണ്ട്.